ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വർഷയുടെ അമ്മ ചന്ദ്രമതിയെ വിളിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഫംഗ്ഷന് വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിക്കൊണ്ടായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്നും ഫംഗ്ഷന് വരുന്നുണ്ട് എന്ന് പറയും. അന്നേരം വർഷയുടെ അമ്മ ഒന്നുകൂടി ഇങ്ങനെ എടുത്തു ചോദിക്കുന്നുണ്ട്, സച്ചി നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ചമ്മലോട് കൂടെ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട്, അവനും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറയും. എന്നാൽ സച്ചി വരുന്നുണ്ട് എന്നറിഞ്ഞതോടുകൂടി തന്നെ വർഷയുടെ അമ്മ മനസ്സിൽ കുറേ അധികം കണക്കൂട്ടലൊക്കെ നടത്താട്ടോ. ഫോൺ വെച്ചതിന് ശേഷം വർഷയുടെ അച്ഛനോടായിട്ട് വർഷയുടെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ, ആ ഫംഗ്ഷന് സച്ചി ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മോളെ എന്നേക്കുമായിട്ട് ഇവിടെ തന്നെ നിർത്താം. അതിനുള്ള വകകളൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ന് പറയും. ആ സമയത്തിന് വർഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ മനസ്സിൽ കണക്കൂട്ടുന്നത് എന്തെങ്കിലും നടക്കുമെന്ന് ചോദിക്കും. അവരെന്നേക്കുമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ഉറപ്പായിട്ടും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കട്ടോ. അപ്പോൾ വർഷയുടെ അച്ഛൻ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല നീ വിചാരിക്കുന്നത് പോലെ തന്നെ സച്ചി ഇങ്ങോട്ടേക്ക് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന സമയത്ത് വർഷയുടെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വർഷയുടെ അമ്മ അങ്ങനെ ചിരിക്കുന്ന സമയത്ത് തന്നെ ബുദ്ധിയൊക്കെ കൊള്ളാം, ഏതായാലും നീ വിചാരിക്കുന്നത് പോലെ നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരിക്കട്ടെ വർഷയുടെ അച്ഛൻ. പിന്നീട് കാണിക്കുന്നത് സച്ചിനെ രേവതിയായിരിക്കും. രേവതിക്ക് ആകെ ടെൻഷൻ. കാരണം ഇനി വർഷയുടെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം സച്ചിനെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സച്ചി പ്രതികരിക്കുമല്ലോ. അങ്ങനെ സച്ചിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച വരുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ രേവതി ആകെ ടെൻഷൻ അടിച്ചിട്ട് ആ കാര്യത്തെ പറ്റിയിട്ട് സച്ചിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം വരട്ടോ. എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഞാൻ വെറും ഒരു വഴക്കാളിയാണ് എന്നാണോ നീ പറയുന്നത്? ഞാൻ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ തക്കതായിട്ടുള്ള കാരണമുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും രേവതി ഇങ്ങനെ സച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. സച്ചിയുടെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടാവരുത്. വർഷക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിന് തന്നെ അത് അപമാനമാണ്. അവരിങ്ങനെ എന്തെങ്കിലും പ്രകോപിപ്പിക്കാൻ നോക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ സച്ചി പറയുന്നത്, ഇല്ല, എൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ഫാൾട്ടും ഉണ്ടാവില്ല. ഞാനായിട്ട് അവിടെ ഒരു പ്രശ്നത്തിനും വരുന്നില്ല. പക്ഷേ എൻ്റെ അച്ഛനെ അപമാനിച്ചാൽ, എൻ്റെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അവർക്കെതിരായിട്ട് പ്രതികരിക്കുമെന്നും പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ വീണ്ടും രേവതിക്ക് ആകെ ടെൻഷനായിരിക്കട്ടോ. കാരണം വർഷയുടെ വീട്ടുകാർ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്ന സമയത്ത് തന്നെ അവരുടെ മനസ്സിൽ വേറെ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.